കൊച്ചി കുസാറ്റ് ദുരന്തത്തിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു ഉൾപ്പെടെയുള്ള 3 പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി. അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, എൻ ബിജു എന്നിവരാണ് മറ്റ് പ്രതികൾ. കുസാറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട 4 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, എൻ ബിജു എന്നിവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാകുറ്റം ചുമത്തി. മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. 2023 നവംബർ 25-നായിരുന്നു കൊച്ചിയിലെ കളമശ്ശേരിയിലെ കുസാറ്റ് ക്യാമ്പസിൽ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചത്. 1000 പേർ ഉൾക്കൊള്ളുന്ന ഓഡിറ്റോറിയത്തിലേക്ക് 4000-ഓളം പേർ എത്തിയതാണ് ദുരന്തത്തിൽ കലാശിച്ചത്. മഴ പെയ്തതോടെ അടച്ചിട്ട ഗേറ്റ് തുറന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കൂടുതൽ പേർ ഇരച്ച് കയറിയതോടെയാണ് അപകടം സംഭവിച്ചത്. താഴേക്ക് പടിക്കെട്ടുള്ള ഓഡിറ്റോറിയത്തിൽ ആദ്യമെത്തിയവർ തിരക്കിൽപ്പെട്ട് വീഴുകയും പിന്നാലെ എത്തിയവർ അവർക്ക് മുകളിൽ വീഴുകയും ചെയ്തതാണ് ദാരുണമായ അപകടത്തിന് കാരണമായത്. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറുന്നതിൽ വീഴ്ചയുണ്ടായെന്നും ആരോപണമുയർന്നു. പരിപാടിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും കുസാറ്റിലെ വിദ്യാർത്ഥികളെ ഏൽപ്പിച്ചതാണ് ദുരന്തത്തിന് കാരണമായത്. അതിനാൽ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം പ്രിൻസിപ്പലിനാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. തൃക്കാക്കര എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ദുരന്തം നടന്ന് 1 വർഷം 2 മാസം പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.